ബി.ജെ.പിയിൽ വളരെ ശക്തമായ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന നേതാക്കന്മാരാണ് പി.സി. ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും എന്നുള്ളൊരു വിശ്വാസവും ബി.ജെ.പിക്കാർക്കിടയിലുണ്ട്. പാലായിൽ മോദി വന്ന് പ്രസംഗിച്ചാൽ ഷോൺ ജോർജിൻ്റെ താമര വിരിയും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പാലയിലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല, കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ ഡൽഹിയിലൊക്കെ കാണുമായിരിക്കും. യഥാർത്ഥത്തിൽ പാലയിൽ മത്സരം നടക്കുന്നത് മാണി സി കാപ്പനും അതുപോലെ തന്നെ ജോസ് കെ മാണിയും തമ്മിലാണ്. ഒരു 15 ലക്ഷം രൂപ മുടക്കിയിട്ടുള്ള ഒരു ആഡംബര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ആരെ കാണിക്കാനാണ്? പാലക്കാർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പുച്ഛിച്ച് തള്ളത്തില്ല. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം തുപ്പിയ നേതാവ് കൂടിയാണ് പി.സി. ജോർജ് നമ്മളിൽ കാണേണ്ടത്. അത് ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ നേതാവ് കൂടിയാണെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹിയാണ് പി.സി. ജോർജ്. രാജേഷ് നമസ്കാരം. രാജേഷ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 4-ാം തീയതി കേരളത്തിലെത്തുന്നുണ്ട്. അപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു നിയോജക മണ്ഡലമാണ്, അല്ലെങ്കിൽ ഏറ്റവും കനത്ത മത്സരം നടത്തുന്ന നിയോജക മണ്ഡലമാണ് പാലാ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ഈ പാല എന്ന് പറയുമ്പോൾ എപ്പോഴും വാർത്തയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നൊരു നിയോജക മണ്ഡലമാണ്. ഈ നിയോജക മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയൊക്കെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഏപ്രിൽ മാസം 4-ാം തീയതി പാലയിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഷോൺ ജോർജ് കഠിന പരിശ്രമത്തിലാണ്. നരേന്ദ്രമോദി എത്തും എന്നുള്ളതാണ് പ്രതീക്ഷ. അപ്പോൾ നരേന്ദ്രമോദിയെ കാണുന്നതോടുകൂടി പാല രക്ഷപ്പെടും എന്നുള്ളതാണ് ഈ ഷോൺ ജോർജിൻ്റെ ഒരു പക്ഷം. എന്തു തോന്നുന്നു ഈ ഒരു നരേന്ദ്രമോദിയുടെ വരവിലൂടെ ഷോൺ ജോർജ് രക്ഷപ്പെടും? അതിനോട് കൂട്ടിച്ചേർത്ത് തന്നെ പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലായിൽ നിന്ന് തന്നെ ഇന്ത്യയുടെ പ്രഥമ പൗരൻ, അതായത് ഇന്ത്യൻ പ്രസിഡന്റ് ആയിട്ടുള്ള KR നാരായണൻ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കണ്ടെന്ന് കാണിച്ചിട്ട് വോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടക്കുന്നത് എന്ന് പറയുമ്പോൾ അതിനെയും എങ്ങനെ നോക്കിക്കാണേണ്ടതുണ്ട്? അല്ല, ഈ പാല മാത്രമല്ല, മധ്യ കേരളത്തിൽ ബി.ജെ.പി വലിയ കണ്ണു നട്ടിരിക്കുന്നൊരു സ്ഥലമാണ് നമുക്കറിയാം. ആദ്യ പരീക്ഷണം നമുക്കറിയാം. മോദി മന്ത്രിസഭയിൽ അംഗമായിരുന്ന കണ്ണന്താനമായിരുന്നു. കണ്ണന്താനത്തിൻ്റെ വരവും എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിന് CPM കൊണ്ടുവന്ന് കാഞ്ഞിരപ്പള്ളിയിൽ നിർത്തി മത്സരിപ്പിച്ച് MLA ആക്കി. അവസാന ഘട്ടത്തിൽ അയാൾ 4.5 വർഷമൊക്കെ MLA ആയിരുന്നതിന് ശേഷമാണ് അദ്ദേഹം രാജിവെച്ച് ബി.ജെ.പി ചേരുകയും പിന്നീട് ബി.ജെ.പി മിനിസ്ട്രിയിൽ, മോദി മിനിസ്ട്രിയിൽ മന്ത്രിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിയാക്കി. കണ്ണന്താനം ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ടോ അല്ലെങ്കിൽ കണ്ണന്താനം മന്ത്രിയാകുന്നതോടുകൂടി കേരളത്തിൽ വലിയ വികസനം കൊണ്ടുവരും എന്നൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല. മറിച്ച് ക്രിസ്ത്യൻ വിഭാഗത്തിൽ കുറച്ച് സ്വാധീനം ഉണ്ടാക്കിയെടുക്കണം, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ നേതാക്കന്മാരെ തന്നെ വെച്ചുകൊണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നുഴഞ്ഞു കയറാൻ വേണ്ടി ബി.ജെ.പി കണ്ടെത്തിയ ഒരു മാർഗമായിരുന്നു അത്. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് ജോർജ് കുര്യനെ മന്ത്രിയാക്കിക്കൊണ്ട് വീണ്ടും, നമുക്കറിയാം ജോർജ് കുര്യൻ മന്ത്രിയൊന്നും ആകുമെന്ന് പ്രതീക്ഷ വളയല്ല, പക്ഷേ അപ്രതീക്ഷിതമായി അദ്ദേഹം കേന്ദ്രമന്ത്രിസഭയിൽ അംഗമാകുന്നു. അദ്ദേഹത്തിന് വലിയ പ്രാധാന്യം നൽകുന്ന രീതിയൊക്കെ ബി.ജെ.പിയിലുണ്ട്. അദ്ദേഹം ഇത്തവണ മത്സരിക്കുന്നതും കൂടിയുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ബി.ജെ.പിയിൽ വളരെ ശക്തമായ സാന്നിധ്യമുണ്ട്, അല്ലെങ്കിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്ന നേതാക്കന്മാരാണ് പി.സി. ജോർജും അദ്ദേഹത്തിൻ്റെ മകൻ ഷോൺ ജോർജും എന്നുള്ളൊരു വിശ്വാസവും ബി.ജെ.പിക്കാർക്കിടയിലുണ്ട്. ഇത് ദേശീയതലത്തിൽ തന്നെ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെട്ട 2 നേതാക്കന്മാരാണ് പി.സി. ജോർജും അതുപോലെ തന്നെ മകൻ ഷോൺ ജോർജും. കേരള കോൺഗ്രസിലൂടെ വന്ന് പിന്നീട് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി. ആ പാർട്ടി പിന്നീട് ബി.ജെ.പിയിൽ പോയി ലയിക്കുകയായിരുന്നു. അധികാരമൊന്നും ആയിട്ടില്ല, ഇവരൊന്നും ഈ ബി.ജെ.പിയിൽ എത്തിയിട്ടുണ്ടെന്ന് നമ്മുടെ കയ്യിൽ കാണേണ്ടതുണ്ട്. പക്ഷേ ഷോൺ ജോർജിനെയും പി.സി. ജോർജിനെയും മത്സരിപ്പിക്കുന്നതിലൂടെ അവർ ലക്ഷ്യമിടുന്നത് കൃത്യമായി ക്രിസ്ത്യൻ വിഭാഗത്തിൻ്റെ കൂടെ ബി.ജെ.പി അടിയുറച്ച് നിൽക്കുമെന്നും ബി.ജെ.പി ഒരു വർഗീയ പാർട്ടി അല്ലെന്ന്, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരിക്കലും ഭയപ്പെടേണ്ട ഒരു പാർട്ടിയല്ല എന്നുള്ള സന്ദേശം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ സിബി പറഞ്ഞിടത്തിലേക്ക് നമുക്കറിയാം, പാല എന്ന് പറയുന്നത് എക്കാലത്തും ക്രൈസ്തവ വിഭാഗത്തിന് നല്ല മേൽക്കൈയുള്ള സ്ഥലമാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ പാലായിൽ മോദി വന്ന് പ്രസംഗിച്ചാൽ ഷോൺ ജോർജിൻ്റെ താമര വിരിയും എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പാലയിലുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല, കേരളത്തിലുണ്ട് എന്ന് തോന്നുന്നില്ല, ചിലപ്പോൾ ഡൽഹിയിലൊക്കെ കാണുമായിരിക്കും മോദി വരുന്നതോടുകൂടി മത്സരിച്ച് ജയിക്കാമെന്നുള്ളത്. യഥാർത്ഥത്തിൽ പാലയിൽ മത്സരം നടക്കുന്നത് മാണി സി കാപ്പനും അതുപോലെ തന്നെ ജോസ് കെ മാണിയും തമ്മിലാണ്. UDF-ഉം അതുപോലെ തന്നെ LDF-ഉം നേരിട്ട് മത്സരിക്കുന്ന സ്ഥലം കൂടിയാണ് പാല. പാലയിൽ LDF UDF തമ്മിലാണ് മത്സരം എന്ന് പറയാൻ പറ്റത്തില്ല, വ്യക്തികൾ തമ്മിലാണ്. ഒന്ന് ഇന്ന് നമ്മൾ കൂടെ ഇല്ലാത്ത KM മാണി സാറിന്റെ മകൻ ജോസ് കെ മാണിക്ക് അവിടെ വിജയിക്കുക എന്നുള്ളത് രാഷ്ട്രീയപരമായി തന്നെ വളരെ അനിവാര്യതയുള്ള ഒരു മത്സരം കൂടിയാണിത്. അതുപോലെ തന്നെ 2 തവണ ജയിച്ച മാണി സി കാപ്പന് ഈ മണ്ഡലം നിലനിർത്തുക, അഥവാലെങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ ഒരു മന്ത്രിസ്ഥാനൊക്കെ ആഗ്രഹിക്കുകയും അല്ലെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് മാണി സി കാപ്പൻ. പക്ഷേ
ഇവിടെ മൂന്നാമത്തെ ഒരാൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് വെച്ചാൽ പ്രസക്തിയേ ഇല്ലാതെ തന്നെ നമ്മളിൽ കാണേണ്ടതുണ്ട്. രാജേഷ്, ഇതിനകത്ത് വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഷോൺ ജോർജിനെയും അതോടൊപ്പം തന്നെ PC ജോർജിനെയും കൂടുതലായിട്ട് ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഈ ഷോൺ ജോർജിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പൊളിട്രിക്സ് ആണ്. കാരണം പല സ്ഥലങ്ങളിലും വർഗീയതയെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ അല്ലെങ്കിൽ പ്രാദേശികവാദത്തെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്താൻ, ഇപ്പം തന്നെ ഒരു ഉദാഹരണം പറഞ്ഞ മുനമ്പത്തെ ജനങ്ങൾക്കിടയിൽ വന്നിട്ട് അവിടെ വർഗീയതമായിട്ടുള്ള ഒരു ധ്രുവീകരണം നടത്തി രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചയാളാണ് ഈ ഷോൺ ജോർജ് എന്ന് പറയുന്നത്. അത് പൊളിഞ്ഞുപോയി. അങ്ങനെയുള്ള ഷോൺ ജോർജ് ഈ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഈ ക്രൈസ്തവ പുരോഹിതന്മാരും സന്യാസിനികളും ഒക്കെ ആക്രമിക്കപ്പെടുന്ന സമയത്തൊക്കെ അവിടെ ഓടിയെത്തി മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു എന്നതിനപ്പുറത്തേക്കുള്ള ഒരു രാഷ്ട്രീയ നിലപാടോ ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോ ഷോൺ ജോർജിനില്ല. PC ജോർജിനും ഇല്ല. ഈ ഷോൺ ജോർജിന്റെ മറ്റൊരു കാര്യം പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഷോൺ ജോർജും PC ജോർജും പാർട്ടിയിൽ ചേർന്നതിന് ശേഷം 24 ന്യൂസിൽ ഹാഷ്മിക്ക് നൽകിയ ഒരു അഭിമുഖമുണ്ട്. ഈ അഭിമുഖത്തിനകത്ത് ഷോൺ ജോർജിനോട് ചോദിക്കുകയാണ്, PC ജോർജും അതോടൊപ്പം തന്നെ ഷോൺ ജോർജും BJPയിൽ ചേർന്നതുകൊണ്ട് കേരളത്തിന് എന്ത് നേട്ടം ഉണ്ടാകുമെന്ന് ചോദിക്കുന്ന സമയത്ത് ഇദ്ദേഹം വെല്ലുവിളിച്ച് പറയുന്നുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉറപ്പാണ് എന്നുള്ള രീതിയിൽ ഷോൺ ജോർജ് പറയുന്നത് എന്താണ്, വരുന്ന 10 ദിവസത്തിനുണ്ടെങ്കിൽ PC ജോർജും ഷോൺ ജോർജും BJPയിൽ ചേർന്നതിന്റെ റിസൾട്ട് എന്താണ് എന്ന് കേരളം അറിയുമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ. ഞാൻ ഇത്ര ദിവസമായില്ലേ, എവിടെയാണ് റിസൾട്ട്, എന്താണ് റിസൾട്ട്? റിസൾട്ട് ഉണ്ടായില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം PC ജോർജ് എല്ലാ ദിവസവും വിടുവായത്തും പറഞ്ഞുകൊണ്ട് അത് സ്റ്റോപ്പ് ചെയ്തു. അത് വലിയ നേട്ടമാണ്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വലിയ നേട്ടമാണ്. രണ്ടാമത് നേട്ടം ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നമ്മൾ അറിയാത്തോണ്ടാ. ബാങ്ക് അക്കൗണ്ട് നമുക്കറിയില്ലല്ലോ. സാമ്പത്തികമായി നേട്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. അല്ല, ഇത് കൂടാണ്ട് വേറൊരു കാര്യം കൂടി. ഇന്ന് അദ്ദേഹത്തിന്റെ ഒരു ഈ പഠന വിദ്യാകാലമുണ്ട്. തേവര SH കോളേജിലാണ് ഈ PC ജോർജ് പഠിക്കുന്നത്. ഈ പഠിക്കുന്ന സമയത്തുള്ള അദ്ദേഹത്തിന്റെ ചില ലീലാവിലാസങ്ങളും റാഗിങ്ങും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരാൾ അദ്ദേഹത്തിന്റെ സഹപാഠി തന്നെയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഞാൻ ഈ സംസാരിച്ച വ്യക്തിയെ സംബന്ധിച്ച് അയാളൊരു സിംഗിൾ റൂമിലാണ് കടന്നിരുന്നത്. പക്ഷേ ഇവരെല്ലാം കൂടെ രാത്രിക്ക് ഈ ഇദ്ദേഹത്തെ റാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ കൊളുത്തു പൊളിച്ച് അകത്ത് കയറിയതിന് ശേഷം അയാളൊരു 2 നൂലൊക്കെ എടുത്ത് കെട്ടിയിട്ടതിന് ശേഷം അയാളുടെ ആ ബെഡിന് ചുറ്റും മൂത്രം ഒഴുകുകയും പിന്നെ വേറെ കുറച്ച് ചെറിയ അല്ലറ ചില്ലറ പരിപാടികളൊക്കെ കാണിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. അതിനുശേഷം അന്ന് പുള്ളി KSC കാരനാണ് PC ജോർജ്. അപ്പോൾ ആ PC ജോർജിനെ ഏറ്റവും ലാസ്റ്റ് തേവര SH കോളേജിൽ നിന്ന് അടിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ് വസ്തുത. അത് കൂടാണ്ട് തന്നെ PC ജോർജിനെ കുറിച്ച് പറയുന്ന സമയത്തൊക്കെ നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്. ഉമ്മൻചാണ്ടി സാറിനെതിരെയൊക്കെ ലൈംഗിക ആരോപണം പച്ചയായിട്ട് ഉന്നയിച്ച ഒരു വ്യക്തിയാണ്. മഹാത്മാഗാന്ധിയെ കുറിച്ച് വളരെ വൃത്തികെട്ട വർത്തമാനം പറഞ്ഞൊരു വ്യക്തിയാണ്. ഈ വ്യക്തിയെയൊക്കെ പാലാക്കാരും പൂഞ്ഞാറുകാരും ഒക്കെ സ്വീകരിക്കും. അതൊരു പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന് പ്രസംഗിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം വോട്ടായിട്ട് അങ്ങോട്ട് പോകുമെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? 1980 ഇന്ദിരാഗാന്ധി വന്ന് സംസാരിച്ചിട്ടുള്ള സ്ഥലമാണെന്നേ പാല എന്ന് പറയുന്നത്. എത്ര സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉണ്ടായിട്ടുള്ള സ്ഥലമാണെന്നേ പാല എന്ന് പറയുന്നത്. അതുകൂടാണ് KM മാണി സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയല്ലായിരുന്നു ശ്രീ KM മാണി സാർ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു സ്ഥലം, വിദ്യാഭ്യാസത്തിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന ഒരു നിയോജക മണ്ഡലത്തിലൊക്കെ വന്ന് പ്രധാനമന്ത്രി വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ വിജയം തനിക്ക് ഉറപ്പാണ് എന്ന് പാലക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഷോൺ ജോർജ് പാലക്കാരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇതിൽ എന്താ വിഷയം എന്ന് പറഞ്ഞാൽ എന്തിനാണ് പ്രധാനമന്ത്രി ഇവിടെ വരുന്നത് എന്നുള്ള ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു. മാത്രമല്ല ഷോൺ ജോർജിനെ സംബന്ധിച്ചിടത്തോളം പാലായിലും മധ്യകേരളത്തിൽ പ്രത്യേകിച്ചിട്ടും വലിയ രീതിയിൽ എനിക്ക് കേന്ദ്രത്തിൽ സ്വാധീനമുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ നരേന്ദ്രമോദി വരുന്നത് എന്നതാണ് നമ്മളിൽ അറിയേണ്ടത്. അതുകൊണ്ട് ഷോൺ ജോർജ് എന്നുള്ള യുവ നേതാവിന് ക്രിസ്ത്യൻ വിഭാഗത്തിനിടയിൽ കുറച്ചും കൂടി സ്വീകാര്യത ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായ പ്ലാൻഡ് ആയിട്ടുള്ള ഓപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് മോദി പാലായിൽ വരുന്നത് മാത്രം നമ്മളിൽ കണ്ടു. യഥാർത്ഥത്തിൽ BJPക്ക് വിജയസാധ്യതയുള്ള കുറേ മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അവിടെ ഒന്നും ശ്രദ്ധ ചെലുത്താതെ എന്തുകൊണ്ടാണ് തൃശ്ശൂരിലും പാലക്കാടും അതുപോലെ തന്നെ ഈ പാല പോലുള്ള സ്ഥലത്തൊക്കെ വന്ന് പ്രസംഗിക്കുന്നു വെച്ചാൽ കൃത്യമായ അജണ്ടകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമ്മളിൽ കാണേണ്ടത്. അല്ലാതെ ഷോൺ ജോർജ് അവിടെ ജയിക്കുമെന്ന് ഷോൺ ജോർജ് പോലും സ്വപ്നം കാണുന്നില്ല എന്നുള്ളതാണ്. ഷോൺ ജോർജ് വലിയ പ്രഖ്യാപനം നടത്തുന്നുണ്ട്, ഞാൻ അവിടെ ജയിക്കും, 20,000 വോട്ടിന് ജയിക്കും. അതങ്ങനെ പറയാം. എല്ലാ സ്ഥാനാർത്ഥിക്കും ആ തരത്തിൽ പ്രസംഗിക്കാം. ഞാനിതുപോലെ ഉദ്ദേശിക്കുന്നത് ഈ ആഡംബരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡംബരത്തിന്റെ അതിന്റെ ഏറ്റവും ഉന്നതിയിലാണ് ഇപ്പോൾ ഷോൺ ജോർജ് ഇരിക്കുന്നത്. കാരണം പാലാ കുരിശുപള്ളി എന്ന് പറയുന്നത് പാലക്കാരുടെ മുഴുവൻ വികാരമാണ്. ആ പാലാ കുരിശുപള്ളിയോട് ചേർന്നുകൊണ്ട് ഒരു 10-15 ലക്ഷം രൂപയിൽ മുടക്കിയിട്ടുള്ള ഒരു ആഡംബര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇത് ആരെ കാണിക്കാനാണ്? പാലക്കാർക്ക് ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് പുച്ഛിച്ച് തള്ളത്തില്ല. ഇത് അവര് എന്താ ആഡംബരം കാണാത്തവരാണോ പാലയിലുള്ള മനുഷ്യർ? അതുകൊണ്ടല്ല ഈ ഇതെന്താ സംഭവം എന്ന് പറഞ്ഞാൽ രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ അവിടുത്തെ ഏറ്റവും വലിയ നേതാവാണ് ഞാൻ
എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ വാക്കമാണിത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയ സ്വീകാര്യതയുള്ള ആളാണെന്നും ദേശീയ തലത്തിലുള്ള തന്നെ എനിക്ക് വലിയ സ്വീകാര്യതയുണ്ടെന്നും അതുകൊണ്ട് രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധി എന്ന നിലയിൽ എനിക്ക് വോട്ട് ചെയ്താൽ നിങ്ങൾക്ക് വലിയ രീതിയിൽ ഗുണമുണ്ടാവും എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള വളരെ സംഘടിതമായ ശ്രമത്തിൻ്റെ ഭാഗമാണിത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് എത്രത്തോളം അവിടെ സ്വീകാര്യതയുണ്ട് എന്നൊക്കെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ അദ്ദേഹം വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ വോട്ടുകളിൽ നുഴഞ്ഞു കയറാൻ പറ്റും, ഭിന്നിപ്പുണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ മാണി സി കാപ്പന് വിരുദ്ധമായിട്ടുള്ള ചില വികാരം ഉണ്ടല്ലോ, ആ വികാരത്തിൽ കുറേ വോട്ട് ഇദ്ദേഹത്തിന് അനുകൂലമാവും എന്നൊക്കെ കരുതിയാണ് ഉള്ളത്. ഇപ്പം ജോസ് കെ മാണിക്ക് കിട്ടേണ്ട കുറേ വോട്ടും അതുപോലെ തന്നെ മാണി സി കാപ്പന് കിട്ടേണ്ട വോട്ടും കൃത്യമായി ഞങ്ങളുടെ പെട്ടിയിലേക്ക് വരും എന്നുള്ളത്. കാലാകാലമായി ബി ജെ പിക്ക് അവിടെ ഒരു ഹൈന്ദവനാണല്ലോ സ്ഥാനാർത്ഥിയായി ഉണ്ടാകുന്നത്. ഇത്തവണ ആണല്ലോ ബി ജെ പിക്ക് സ്ഥാനാർത്ഥി ക്രിസ്ത്യാനി വരുന്നത്. അപ്പം 3 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളാണ് അവിടെ ഉള്ളത്. അപ്പം ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ 3 പേര് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ചില നീക്കുപോക്കുകൾ, പല വിരുദ്ധ വോട്ടുകളൊക്കെ ഇദ്ദേഹത്തിന്റെ പെട്ടിയിലേക്ക് വരും എന്നാണ് കരുതുന്നത്. കാരണം അദ്ദേഹം നേരത്തെ ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ചില സ്വീകാര്യതകൾ നേരത്തെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഷോൺ ജോർജിന്റെ ഒരു പ്രതീക്ഷ. അല്ല, ഇതിനകത്ത് വേറൊരു വസ്തു കൂടി ഉണ്ട്. ഇപ്പൊ ഈ 3 ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന പാല എന്ന് പറയുന്നു. ആ സമയത്ത് തന്നെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമുണ്ട്. ഈ പാലായിൽ മാണി സാറിനെ ബാങ്ക് വിളി ഏൽപ്പിക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം പള്ളി സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുൻകൈ എടുത്ത ആളാണ് PC ജോർജ്. ഇതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെയുള്ള ചില NSSകാരും SNDPക്കാരുടെ ഒക്കെ നിലപാടുണ്ടല്ലോ, അവർക്കൊക്കെ ചെറിയ രീതിയിൽ BJP ചായ്വുള്ള ആളുകളാണ്. പക്ഷെ അവരൊക്കെ ഏത് രീതിയിലാണ് ഈ പ്രാവശ്യം ഷോൺ ജോർജിനെ പാലയിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം വരും ദിവസങ്ങളിൽ നമുക്ക് കൂടുതലായിട്ട് പറയാൻ വേണ്ടി സാധിക്കും. CB പറഞ്ഞതിനോട് കൂടി ഒരു ചെറിയ സാധനം കൂടി കൂട്ടിച്ചേർക്കാറുണ്ട്. കാരണം PC ജോർജ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നീട് പുള്ളി ആവർത്തിച്ചിട്ടുണ്ട്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അതായത് അപ്പൻ്റെ അപ്പൻ നേരത്തെ നായരായിരുന്നെന്നും ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കുടുംബത്തിൽ അംഗമായിരുന്നു, നമ്പൂരിയായിരുന്നു. അങ്ങനെ വലിയ എലൈറ്റ് ക്ലാസ്സിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഞങ്ങൾ, പിന്നീട് മതം മാറി വന്നവരാണല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ SNDP ആയിട്ടും NSS ഒക്കെ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കൂട്ടുചേരാവുന്നതേ ഉള്ളൂ എന്നുള്ളതിന്റെ കൃത്യമായ സൂചന കൂടി ജോർജിന്റെ നിലപാടെന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈരാറ്റുപേട്ടയിലുള്ള മുസ്ലിം സഹോദരന്മാരെ തുലുക്കന്മാർ എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ പാണ്ഡ്യ തുലുക്കന്മാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധിക്ഷേപിച്ച വ്യക്തിയാണ്. അതിനുശേഷം ഇപ്പൊ വോട്ടിന് വേണ്ടിയിട്ട് ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല PC ജോർജ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ വർഗീയ വിഷം തുപ്പിയ നേതാവ് കൂടിയാണ് PC ജോർജ് നമ്മളിൽ കാണേണ്ടത്. അത് ക്രിസ്ത്യാനികളെയും അതുപോലെ തന്നെ മുസ്ലിങ്ങളെയും തമ്മിൽ തല്ലിക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ വിവാദങ്ങൾ ഉണ്ടാക്കിയ നേതാവ് കൂടിയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹിയാണ് PC ജോർജ്. ഇവിടെ വർഗീയ കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ പരസ്യമായ നിലപാട് സ്വീകരിക്കുകയും പ്രസ്താവനകൾ നടത്തുകയും ചെയ്ത ആളാണെന്ന് കൂടി നമ്മളിൽ കാണേണ്ടത്. ഇപ്പം വോട്ടിന് വേണ്ടി, കാരണം അദ്ദേഹത്തിൻ്റെ വോട്ടർമാരിൽ ഏറ്റവും കൂടുതൽ പുള്ളി മത്സരിച്ച് ജയിച്ചതൊക്കെ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെയും കൂടി പിന്തുണയോടുകൂടിയായിരുന്നു. പക്ഷേ പിന്നീട് അദ്ദേഹം മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വലിയ രീതിയിൽ മുസ്ലിങ്ങളും വലിയ അപകടകാരികളാണെന്നും ഇവിടെ ലവ് ജിഹാദ് എന്നുള്ള ഈ സിസ്റ്റം ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പണം ഒഴുക്കുന്നത് മുസ്ലിങ്ങളാണെന്നും പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. ഭക്ഷണങ്ങളിൽ തുപ്പുന്നു എന്ന് വരെ ആലോചിച്ചു, ഇല്ലേ? പ്രാർത്ഥനയുടെ പേരിൽ ഭക്ഷണത്തിൽ തുപ്പുന്നു എന്നുള്ള ആരോപണങ്ങൾ വരെ. PC ജോർജാണ് പാലയിൽ പോയി മുസ്ലിം പള്ളി സ്ഥാപിക്കാൻ വേണ്ടി വിട്ടു പോയത്, അതായത് KM മാണി സാറിനെ ബാങ്കുളി ഏൽപ്പിക്കാൻ. ഒരിക്കലും ഒരു നിലപാടും ഇല്ലാതിരുന്ന, കാലത്തിനനുസരിച്ച് വേഷം കെട്ടിയിരുന്ന ഒരു രാഷ്ട്രീയ കോമാളിയാണ് യഥാർത്ഥത്തിൽ PC ജോർജ് എന്നുള്ളതാണ് നമ്മൾ കാലം പിന്നീട് കൃത്യമായി ചരിത്രം എഴുതുമ്പോൾ ഈ PC ജോർജിനെ കുറിച്ചിട്ട് എഴുതേണ്ടി വരുന്ന ചരിത്രം എന്ന് പറഞ്ഞാൽ ഓരോ കാലത്തിനനുസരിച്ചിട്ടും കോമാളി വേഷം കെട്ടി നടന്ന ഒരു രാഷ്ട്രീയ എന്താ പറയേണ്ടത് ഭിക്ഷാന്തേഹിയാണ് ഈ PC ജോർജ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും നമ്മൾ നാളെ കേൾക്കേണ്ടി വരും. നമുക്കിത് കൺക്ലൂഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാലയിൽ ഇപ്രാവശ്യം ജോസ് കെ മാണിയും അതോടൊപ്പം തന്നെ മാണി സി കാപ്പനും തമ്മിലുള്ള മത്സരമാണ്. അവിടെ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത് വികസനമാണ് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. രണ്ടുപേരുടെയും കാലിബറാണ് ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്. ആ ഒരു സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് എന്ത് വികസനം ആളുകൾ നോക്കുന്നില്ല. നരേന്ദ്രമോദി തൃശ്ശൂർ വന്ന് പ്രസംഗിച്ചു, എന്ത് വികസനമാണ് അവിടെ തൃശ്ശൂർ ഉണ്ടായിട്ടുള്ളത്? ഇതിന്റെ കൂടെ നമുക്ക് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. കാരണം അത്തരത്തിൽ പാലക്കാരുടെ വികസനമാണ് ലക്ഷ്യമിടുന്നത്, അല്ലെങ്കിൽ പാലായിലെ ജനങ്ങളുടെ കർഷകരുടെ കണ്ണീരൊപ്പാനാണ് മോദി വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും റബ്ബറിനും അതുപോലെ തന്നെ ഏലത്തിനൊക്കെ വലിയ രീതിയിലുള്ള വില പ്രഖ്യാപിച്ചുകൊണ്ട് റബ്ബർ കർഷകർ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഇടപെടും എന്നുള്ളൊരു പ്രഖ്യാപനങ്ങൾ നടത്താൻ വേണ്ടി മോദി തയ്യാറായെങ്കിൽ ജനങ്ങൾക്ക് ചിലപ്പോൾ അതിന് ന്യായീകരണമുണ്ട്. കാരണം തെരഞ്ഞെടുപ്പാണ്, പ്രഖ്യാപനങ്ങളൊന്നും നടത്താൻ പാടില്ല. പക്ഷേ വാഗ്ദാനം ചെയ്യാം. കാരണം എന്താ വെച്ചാൽ തെരഞ്ഞെടുപ്പിൽ ഇന്നതായി കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്ര രൂപ ഞങ്ങൾ പ്രഖ്യാപിക്കും, 300 രൂപ തറവില ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നൊക്കെ വേണമെങ്കിൽ പ്രഖ്യാപിക്കാം. ഏതൊക്കെയാലും ഇതൊന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. മെയ് മാസം 4-ാം തീയതി പെട്ടി പൊട്ടുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും അവിടുത്തെ ഒരു ട്രെൻഡ് എന്താണ് എന്നുള്ള കാര്യം. പാലക്കാരെ സംബന്ധിച്ചിട്ട് അവിടെ വികസനം ആവശ്യമുണ്ട്. ലോകത്തിനൊപ്പം തന്നെ അവിടെ പാലാ നിയോജക മണ്ഡലം അപ്ഡേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അവർക്ക് ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകളാണ് പാലയിലുള്ളത്. അപ്പോൾ മുൻതൂക്കം ആർക്ക് എന്നൊന്നും നമ്മളിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ജോസ് കെ
കെ മാണി എന്ന വ്യക്തിയുടെ ഒരു കാലിബറും അദ്ദേഹത്തിൻ്റെ കപ്പാസിറ്റി ഇതൊക്കെ ജനങ്ങൾ ഇപ്രാവശ്യം വിലയിരുത്തും. കാരണം എല്ലാ പ്രാവശ്യവും ആളുകൾക്ക് അബദ്ധം വരണമെന്ന് നിർബന്ധമില്ല. ഏതൊക്കെയാലും ഇപ്രാവശ്യം പാല പക്വതയോടുകൂടി ആയിരിക്കും പോളിംഗ് ബൂത്തിലേക്ക് പോവുക എന്നെനിക്ക് തോന്നുന്നു. അവിടെ ഈ പറഞ്ഞ ഷോൺ ജോർജിന് യാതൊരുവിധ പ്രസക്തിയില്ല. അവിടെ പാലയിൽ നടക്കുന്ന മത്സരം എന്ന് പറഞ്ഞാൽ LDF UDF പോലുമല്ല അവിടെ നടക്കുന്ന മത്സരം എന്ന് പറയുന്നത് മാണി സി കാപ്പൻ MLAയും ജോസ് കെ മാണിയും തമ്മിലുള്ള മത്സരമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുക.